തന്നെ കൊണ്ട് അത് കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്ന് തെളിയിച്ചുകൊണ്ട് മുനമ്പത്ത് അവിടെ പോയി അവിടെയുള്ള മഹാന്മാരായ പിതാക്കളുമായി അവിടെയുള്ള ബിഷപ്പ്മാരുമായി ഒക്കെ നേരിട്ട് ചർച്ച നടത്തി സമൂഹത്തിലൊരു ചിത്രത വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ്. അതുതന്നെയാണ് ശിഹാബ് തങ്ങൾ ബാബരി മസ്ജിദിൻ്റെ പ്രശ്നം ഉണ്ടായപ്പോൾ ചെയ്തത്. യഥാർത്ഥത്തിൽ ശിഹാബ് തങ്ങൾ മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഒറ്റപ്പാലം തിരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ ആളില്ലാതെ തിരിച്ചുപോയി എന്നൊക്കെ പറയാം. അതൊക്കെ പിന്നെ ഇല്ലാത്ത കാര്യമാണ്. ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറയട്ടെ, അന്ന് ധീരമായ സ്റ്റാൻഡ് എടുത്തു. ഇപ്പോൾ ലോകം മുഴുവൻ പറയുന്നു. ബാബരി മസ്ജിദ് തകർന്നപ്പോൾ കേരളത്തിൽ സാമുദായിക സ്പർദ്ധ ഇല്ലാതിരിക്കാൻ വേണ്ടി ശിഹാബ് തങ്ങൾ എടുത്ത സ്റ്റാൻഡ് ചരിത്രത്തിന്റെ ഭാഗമാണ്. അതൊന്നല്ല, എത്ര പ്രാവശ്യം പാണക്കാട് തങ്ങന്മാരെടുത്തിട്ടുണ്ട്. അങ്ങാടിപ്പുറം ക്ഷേത്രത്തിന്റെ പ്രശ്നം ഉണ്ടായപ്പോൾ എനിക്കറിയാം, ഞാൻ നിങ്ങളുമായി വേണമെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്, ആ ഫോട്ടോ ഷെയർ ചെയ്യാം. എൻ്റെ ചുമലിൽ ഇങ്ങനെ കൈകുത്തിയിട്ടാണ് തങ്ങൾ അന്ന് ആ ക്ഷേത്രത്തിന്റെ പടവുകൾ കയറിയത് അതിരാവിലെ. എന്തിനായിരുന്നു? ക്ഷേത്രത്തിന്റെ വാതിൽ ആരോ രാത്രി തീയിട്ടു, അത് കത്തിപ്പടർന്നാൽ വലിയ പ്രശ്നമാവും എന്ന് കണ്ടിട്ട് തങ്ങൾ കാർ കൊടുത്ത് പുറപ്പെട്ട് ഞാനുണ്ടായിരുന്നു കൂടെ. അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നുണ്ടായിരുന്ന ആളുകളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവിടെ പോയി അത് ചരിത്രത്തിന്റെ ഭാഗമാണ്, അത് ചരിത്രം രേഖപ്പെടുത്തിയല്ലേ. അതുപോലെ തന്നെയാണ് മുനമ്പത്ത് ഉള്ള പ്രശ്നത്തിൽ പ്രത്യാശയുടെ മുനമ്പിൽ കേരളം എന്നാണ് നിങ്ങൾ വാർത്താ മാധ്യമങ്ങളൊക്കെ അതിനെ വിശേഷിപ്പിച്ചത്. എന്താ പ്രത്യാശ? സാമുദായികമായി ഒരു ചേരിതിരിവ് കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള വലിയൊരു നീക്കം സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കേരളത്തിൽ ഇപ്പൊ കറന്റായി കേരള ഗവൺമെന്റ് പരാജയപ്പെട്ട ഒരു സ്ഥലത്ത് മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തിയ നീക്കം, അത് ചർച്ച ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ നോൺ ഇഷ്യൂ. ജമാഅത്തെ ഇസ്ലാമിക്ക് സപ്പോർട്ട്, ഇത് എന്ത് സപ്പോർട്ടാണ്? ജമാഅത്തെ ഇസ്ലാമിക്ക് സപ്പോർട്ട് പൊന്നാനി സ്റ്റേജ് നമുക്ക് ഓർമ്മയില്ലേ? പണ്ട് ലീഗിനെതിരായി ഈട്ടിക്കെതിരായിട്ട് പൊന്നാനി സ്റ്റേജിൽ, അതേപോലെ എത്ര പ്രാവശ്യമാണ് ഒരേ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഒന്നിച്ച് പിന്നെ മത്സരിച്ചിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി പഴയ കാലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ കൂടെ. അവരുടെ കൂടെ തന്നെ ആയിരുന്നില്ലേ? ഈ പറഞ്ഞ ഒറ്റപ്പാലത്ത് പിന്നെ മുഖ്യമന്ത്രി പറയുന്ന ആ കാലത്തൊക്കെ അവരുടെ കൂടെ മുമ്പിലാണ്, അവർക്ക് വേണ്ടി വർക്ക് ചെയ്തിരുന്നതാണ്. ഇപ്പൊ അവരോട് സഖ്യമില്ല, അല്ലെങ്കിൽ അവരോട് അഭിപ്രായ വ്യത്യാസമായി. കാരണം എന്താ? അവരിങ്ങനത്തെ സ്റ്റാൻഡ് എടുക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്നല്ല പലരും എതിർക്കും. അങ്ങനെ ഇപ്പോൾ അവർക്ക് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ അടിയിൽ ഇങ്ങനൊരു വർത്തമാനം ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞ് അവിടെ ഒരു പിന്നെ അവരെ ഉപയോഗിച്ച് ഒരു കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കണം. അതിനു വേണ്ടി പറയാണ്. അല്ലെങ്കിൽ സാദിഖ് അലി ശിഹാബ് എന്ത് ഉത്തരവാദിത്തമാണ് അവരൊരു സ്റ്റാൻഡ് എടുക്കണേന്ന്? യു ഡി എഫ് ആണ്. യു ഡി എഫിലെ ഘടകകക്ഷിയൊന്നും അല്ലല്ലോ, വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കന്നെ. അപ്പോൾ അത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ മുനമ്പം ആ പ്രത്യാശയുടെ മുനമ്പിലേക്ക് എന്നും പറഞ്ഞ് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളൊക്കെ വലിയ ഹൈലൈറ്റായിട്ട് കൊണ്ടുവന്ന ആ ദിവസമാണ് വീണ്ടും മുഖ്യമന്ത്രി ഇത് പറഞ്ഞ് ചർച്ച വഴിതിരിച്ചു വിടാൻ നോക്കുന്നത്. അതും അവിടെ പത്രപരസ്യം ഒക്കെ ഒരേ സംഗതിയാണ്. ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിനെ ഉദ്ദേശിച്ചിട്ട് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന BJPക്ക് സഹായകരമായ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ചർച്ച വഴിതിരിച്ചു വിടാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് പറഞ്ഞതിന് പുറമെ പാലക്കാട് അദ്ദേഹം ഇന്നലെ അദ്ദേഹം കൊല്ലത്താണ് പറഞ്ഞത്. വിമർശിക്കുന്നവരെ വിമർശിക്കുന്ന തീവ്രവാദത്തിന്റെ ഭാഷയാണ്. അത്തരം ഭാഷയുമായി തന്റെ അടുത്തേക്ക് വരേണ്ടെന്നാണ്. അതായത് ലീഗിനെ തീവ്രവാദവുമായി കൂട്ടിക്കെട്ടാനാണ് കൊല്ലത്ത് മുഖ്യമന്ത്രി ശ്രമിച്ചത്. ഇല്ല, അങ്ങനെയല്ല. അത് ഇപ്പോൾ ഞാനത് പിന്നെ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചതിലധികം വലിയ വ്യാഖ്യാനം ഒന്നും കൊടുത്ത് അത് വീണ്ടും ചർച്ച, ഞാൻ പറഞ്ഞല്ലോ ഇത് ചർച്ചയാക്കലാണ് ഉദ്ദേശം എന്നുള്ളത്. അത് ചർച്ച ആക്കുന്ന കാര്യത്തിൽ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം കേരളം ചർച്ച ചെയ്യേണ്ടത് മുനമ്പം പരിഹരിക്കേണ്ട വിഷയമാണ്. അതിന്റെ നായകനാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ.
അപ്പോൾ അതുകൊണ്ട് തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ വിശേഷണം എന്ന് പറയുന്നത് ശിഹാബ് തങ്ങൾ ചെയ്ത പോലെ അദ്ദേഹം ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു. സാമുദായിക സൗഹാർദ്ദത്തിന് വേണ്ടി ചരിത്രത്തിന്റെ ഭാഗമാകുന്ന ഒരു മൂവ് നടത്തിക്കൊണ്ട് കേരളത്തിൽ നിലനിന്ന ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മുസ്ലിം സംഘടനകളെ യോഗം വിളിച്ച് ഓതറൈസേഷൻ വാങ്ങി അങ്ങനെ മറുവശത്ത് ഉള്ള അഭിമന്യ പിതാക്കന്മാരുമായി ചർച്ച നടത്തി ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുന്നു. അതാണ് കേരളം പൊതുസമൂഹം കാണേണ്ടത്. മറ്റത് ചർച്ചയാക്കുന്ന കാര്യത്തിൽ എനിക്കൊരു താല്പര്യമില്ല. അത് ചർച്ച ആക്കണം എന്ന് ആഗ്രഹിക്കുന്നത് തന്നെ ഇത് മറക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഗവൺമെന്റ് പരാജയപ്പെട്ടെടുത്ത് ഞങ്ങൾ നടത്തിയ ഒരു മൂവ് ചരിത്രത്തിന്റെ ഭാഗമായി അത് കേരളം ചർച്ച ചെയ്യാണ്. പ്രത്യാശയുടെ മുനമ്പിൽ കേരളം സാമുദായികമായ ചേരിതിരിവ്. വോട്ടെടുപ്പ് ദിവസം പി.കെ. കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. പാലക്കാട്ട് ന്യൂനപക്ഷ വോട്ടുകൾ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തിയതെന്നാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ ആരോപണം.